സെവൻത്ത് സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസ് SCRT ചാപ്റ്റർ വിവേചനത്തിനെതിരെ വർണ്ണവിവേചനം കറുത്ത വർഗക്കാർക്കെതിരെ വംശീയമായും സാമ്പത്തികമായും ഏർപ്പെടുത്തിയ വേർതിരിക്കലിൻ്റെ സാമൂഹ്യക്രമമാണ് വർണ്ണവിവേചനം. ദക്ഷിണാഫ്രിക്കയിലെ ഇതര ജനവിഭാഗങ്ങളിൽ നിന്ന് വെളുത്ത വർഗക്കാർക്ക് ഉയർന്ന പരിഗണന ഇതുമൂലം ഉറപ്പാക്കപ്പെട്ടു. 1948 അധികാരത്തിൽ വന്ന നാഷണൽ പാർട്ടി വേർതിരിവും വിവേചനവും നിയമം മൂലം നടപ്പിലാക്കി വർണ്ണവിവേചനം നിയമാനുസൃതമാക്കി. വർണ്ണവിവേചനം നടപ്പിലാക്കുന്നതിനു വേണ്ടി രൂപീകരിച്ച നിയമങ്ങളിൽ പ്രധാനപ്പെട്ടവയാണ് പാസ് നിയമം, ഗ്രൂപ്പ് ഏരിയ നിയമം, ജനസംഖ്യാ രജിസ്ട്രേഷൻ നിയമം, ബന്റു അധികാര നിയമം, പ്രത്യേക സൗകര്യ സംവരണ നിയമം, ബന്റു വിദ്യാഭ്യാസ നിയമം, പാസ് നിയമം. കറുത്ത വർഗക്കാർക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സഞ്ചരിക്കാൻ പ്രത്യേക അനുമതി പത്രങ്ങൾ ആവശ്യമായിരുന്നു. ഇതാണ് പാസ് നിയമം. ഗ്രൂപ്പ് നിയമം വംശത്തെ അടിസ്ഥാനമാക്കി ആളുകളെ പ്രത്യേക പ്രദേശങ്ങളിലേക്ക് മാറ്റി മഹാവർണ്ണവിവേചനം എന്ന് ഇത് അറിയപ്പെട്ടു. ജനസംഖ്യാ രജിസ്ട്രേഷൻ നിയമം 18 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും അവരുടെ വംശത്തെ വ്യക്തമാക്കുന്ന തിരിച്ചറിയൽ കാർഡ് നിർബന്ധമാക്കി. ബന്റു അധികാര നിയമം കറുത്തവർ പ്രത്യേക സ്വയംഭരണ പ്രദേശങ്ങളിലെ പൗരരായി മാറുകയും അവർക്ക് ദക്ഷിണാഫ്രിക്കൻ പൗരത്വം നഷ്ടപ്പെടുകയും ചെയ്തു. പ്രത്യേക സംവരണ നിയമം മൈതാനം, ബീച്ച്, ബസ്, ആശുപത്രി, സ്കൂൾ, പാർക്ക് തുടങ്ങിയ പൊതു ഇടങ്ങളിൽ സൂചനാ ഫലകങ്ങൾ സ്ഥാപിച്ചു. ബന്റു വിദ്യാഭ്യാസ നിയമം കറുത്ത വർഗക്കാർക്ക് പരമ്പരാഗത രീതിയിലുള്ള വിദ്യാഭ്യാസത്തിന് മാത്രം അവകാശം നൽകി. കൂടുതൽ SCRT വീഡിയോകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക. താങ്ക്